ഹായ്. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മളെ തൃശ്ശൂരിലുള്ള അതിരപ്പള്ളി സിൽവർ സ്റ്റോമിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാത്ത കാരണം നമ്മളൊരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇന്ന് പോണത് ഞാനും സനീഷേട്ടനും മക്കൾ മാത്രമല്ല കേട്ടോ, സനീഷേട്ടൻ്റെ ചേച്ചിയും ഹസ്ബൻഡും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ 2 മക്കളാട്ടോ അത്. അത് ഞങ്ങളിത് ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾ എത്താറായി. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ റൈഡിൻ്റെയും ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ സിൽവർ സ്റ്റോമിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസ് ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ട് മറന്നുപോയി. എന്തായാലും ഞങ്ങൾ എത്തി, ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ്. അവിടെ നമ്മളെ പാർക്ക് മാത്രമല്ല കേട്ടോ, പിന്നെ സ്നോ സ്റ്റോം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. മഞ്ഞിൻ്റെ മാത്രം കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിലേക്കുള്ള ടിക്കറ്റും വേണമെങ്കിൽ അപ്പം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അതിലേക്കുള്ള ടിക്കറ്റും കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ക്ലാസ് കിട്ടും. ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ ക്ലാസ്സൊന്നുമല്ല. നമുക്ക് റൈഡിനെ കുറിച്ചും പിന്നെ ലോക്കറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ അവിടുത്തെ ഗൈഡൻസ് അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ ബാഗൊക്കെ ലോക്കറിൽ വെക്കണം. കീ നമുക്ക് തരും, നമുക്ക് കൊണ്ടുപോവാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട് നടക്കേണ്ടി വരും. പക്ഷേ നമുക്ക് റൈഡിലേക്കൊന്ന് കയറുമ്പോൾ അത് പറ്റില്ല. റൈഡിലേക്കൊന്ന് കയറാത്ത ഒരാൾ നമ്മളൊപ്പം ഉണ്ടെങ്കിൽ ആളെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് കയറാം, അത്രേ ഉള്ളൂ. ലച്ചുമ്പോൾ വണ്ടിയിലിരുന്ന് ക്ഷീണിച്ച് അവിടെ എത്തിയപ്പോൾ ഒക്കത്തുനിന്ന് ഇറങ്ങി നല്ല കളിയാണ് കേട്ടോ. എന്തായാലും നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ മഞ്ഞിൻ്റെ റൈഡിലേക്ക് കേട്ടോ പോണത്. സ്നോ സ്റ്റോ എന്ന് പറഞ്ഞിട്ട് ആ ഏരിയക്കാണ് നമ്മൾ പോണത്. അതിലേക്ക് പോകണമെങ്കിൽ ഓരോ ടൈമുണ്ട്. ഓരോ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിലേക്കുള്ള എൻട്രി ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ടൈമായപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് സോക്സ് കൊണ്ടുപോകണം കേട്ടോ. സോക്സ് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കാത്ത കാരണം ഷോപ്പിൽ കയറി സോക്സ് വാങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് കൂൾ ഡ്രിങ്ക്സും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ലച്ചുമോള് ഏത് ഷോപ്പിൽ പോയാലും അവൾക്ക് ടോയ്സുകൾ കാണും. ടോയ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനോട് വർത്തമാനം പറഞ്ഞ് നടക്കലാണ് പണി. കുറ്റങ്ങളോട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പറയുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളത് സ്നോ സ്റ്റോമിലേക്ക് കയറിയിട്ടുണ്ട്. അവിടുത്തെ നമ്മൾ വാങ്ങിച്ച സോക്സ് ഇടുന്നു. നമ്മളെ ഇടാനുള്ള ഗ്ലൗസും ഹെൽമെറ്റും കോട്ടൊക്കെ അവിടെ നിന്ന് തന്നെ തരും കേട്ടോ. ഹെൽമെറ്റ് നമുക്ക് വലിയ ആൾക്കാർക്കൊന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് ഹെൽമെറ്റൊക്കെ തരും. വലിയൊരു സഞ്ചിയൊക്കെ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇട്ടുപോയ ചപ്പലൊക്കെ ഇടണം, തിരിച്ചു വരുമ്പോൾ തന്നോളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ലച്ചുമോളെ എടുത്ത് നടക്കുന്നതുകൊണ്ട് ഫോണ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ കിട്ടിയത് കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. സനീഷേട്ടന് അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. ആ റൈഡിലൊന്നും കയറാനുള്ള ഉദ്ദേശമില്ല. ഇവിടെ കുറേ കുട്ടികളുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട്. ഒക്കെ മഞ്ഞ് വാരുന്നു, തെറിപ്പിക്കുന്നു, കിടക്കുന്നു, ഇരിക്കുന്നു, ഇതൊക്കെയാണ് കളിയുടെ. അച്ഛനും മോനും കൂടെ നമ്മുടെ തൂക്കുപാലത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ള ധൈര്യം മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് കണ്ടില്ലേ, ആ തൂക്കുപാലത്തിൻ്റെ അപ്പുറത്ത് ഒരു റൈഡും കൂടി ഉണ്ട് കേട്ടോ. നാളെ വഴുതിങ്ങനെ വരുന്നൊരു സംഭവമുണ്ട്. നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. കാരണം ലച്ചുമോൾക്ക് തണുപ്പ് അധികം പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം നമ്മൾ നിന്നിട്ടില്ല. അവിടുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ലച്ചുമോളെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോൾ സനീഷേട്ടനും ശിവദേവും ഇറങ്ങിയിട്ടുണ്ട്.
അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഈ കയറിയ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറേ എല്ലാ സ്കൂൾ കുട്ടികളാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ സ്കൂൾ കുട്ടികളാണ്. സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നാന്ന് തോന്നുന്നുണ്ട്. ശിവദേവ് മഞ്ഞ് വാരി കളിച്ചപ്പോൾ കണ്ണിലേക്ക് വീണിട്ടുണ്ട് കേട്ടോ. എന്തായാലും ശിവദേവിന് നല്ല സന്തോഷമായിട്ടുണ്ട്. നമ്മളെ കൊച്ചു ടി വിയിൽ ഹെയ്ദിയും പിന്നെ മാശാന്ത പേരൊക്കെ കാണുമ്പോൾ ഈ മഞ്ഞിൻ്റെ കാര്യം പറയാറുണ്ട്. അങ്ങനെ അവന് മഞ്ഞ് കണ്ടു കേട്ടോ. ഞാൻ ലച്ചുമോളും പുറത്തെത്തി. പുറത്തിറങ്ങിയപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ നമ്മളവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് കാണിച്ചു തരും. നമുക്കതിൽ ഏതാണോ നല്ല ഫോട്ടോ ആയിട്ട് തോന്നണത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവർ അവിടെ നിന്ന് കോപ്പി എടുത്ത് തരും കേട്ടോ. കോപ്പി എടുത്ത് തരും, വെറുതെ അല്ല കേട്ടോ, കാശ് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയുള്ള വ്യൂ കേട്ടോ. നമ്മൾ ഇറങ്ങിയപ്പോൾ അടുത്ത ബാച്ച് കയറാനായി ഇതിൻ്റെ ഉള്ളിലേക്ക് സ്നോ കാണാൻ വേണ്ടിയിട്ട്. സ്കൂൾ കുട്ടികളാണ് കയറി വരുന്നതൊക്കെ കേട്ടോ. അടുത്ത ലച്ചുമോളുടെ ഇവിടുത്തെ കലാപരിപാടികളാണ് ഇത്. വെയിറ്റ് ചെയ്തപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തു. ശിവദേവിന് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തന്നെ നിൽക്കുന്നൊരു ഫോട്ടോ എടുത്തിട്ട് വന്നേക്കാണ്. ലച്ചുമോള് ചെന്നിട്ട് ടെഡി ബിയറിനോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫോട്ടോ കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീണ്ടും ഞങ്ങൾ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട്. പാർക്കിലേക്ക് കയറി ഇതെന്ന് പറയുന്നത് ഏകദേശം ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടോ. അത് ബാക്കിൽ നിൽക്കുന്നില്ല കുറേ വരി സ്കൂൾ കുട്ടികളുടെ. അതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന ഏരിയയാണ് കേട്ടോ. ഒരു ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ക്യൂവിലാണ്. ഞങ്ങൾ കയറി വന്നപ്പോൾ ഈ എൻട്രൻസിൻ്റെ അവിടെ നിർത്തിയപ്പോൾ ഒരാൾ ഞങ്ങളവിടെ പറയാണ്, ഇവിടെ ഈച്ചക്കുഞ്ഞ് പോലും ഇല്ല. ഇത് വേറെ ആരുമില്ല, ചേച്ചിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈച്ചക്കുഞ്ഞ് പോലും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ. വേറെ ഒന്നല്ല, അവിടെ വണ്ടികൾ കാണാഞ്ഞിട്ടാണ്. വലിയ വലിയ ബസ്സും കാര്യങ്ങളൊക്കെ വേറെ പാർക്കിങ് ഏരിയയിലാട്ടോ പാർക്ക് ചെയ്യണത്. അതുകൊണ്ട് അടുത്തത് ഞങ്ങൾ വേറെ റൈഡിലേക്ക് കയറിയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രം കയറാനുള്ളതാട്ടോ, ഒരു ഡ്രാഗൺ. എന്തായാലും ഇതിന് അത്ര വലിയ സ്പീഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ശിവദേവി കയറിയിരിക്കുന്നുണ്ട്. ശിവദേവി കയറിയപ്പോൾ ലച്ചുമോൾക്കും കയറാനൊരാഗ്രഹം. അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അടുത്ത ട്രിപ്പിൽ ലച്ചുമോളം കയറ്റി കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റൈഡുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. എല്ലാ റൈഡൊന്നും നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. കുറച്ച് നേരം ഞാനും സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നീന്തിയുണ്ട്, അതുകൊണ്ട് കിട്ടിയില്ല. ഈ ഹെലികോപ്റ്റർ അതിൽ കയറാനുള്ള ധൈര്യം ശിവദേവി ഇല്ല. പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് അതിൽ കയറ്റില്ല. അത് ഈ ഐറ്റംസിനും ശിവദേവിനെ കയറ്റിയിട്ടില്ല കേട്ടോ. ഇതിന് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ശിവദേവി കയറുന്നതാട്ടോ. പക്ഷെ അവിടുത്തെ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് ഡേഞ്ചറാണ്. നല്ല ഹൈറ്റിൽ ഇങ്ങനെ കുലുങ്ങിയിട്ടാണ് പോവുക, കറങ്ങുക. അപ്പോൾ അതിന് തെറിച്ച് വീഴുന്ന പറയണത്, ചെറിയ കുട്ടിയായതുകൊണ്ട്. അപ്പം അതിന് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികൾക്ക് കയറാനുള്ള ബൈക്ക് ഉണ്ട് കേട്ടോ. അതിൽക്കാണ് എന്നെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. ദേ പോണോ, ഇൻട്രസ്റ്റ് ആയിട്ട് കയറുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ ബൈക്കിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ ഒന്നുകൂടെ ഹൈറ്റിൽ കയറണം. ഒന്ന് കയറിയിട്ട് വേണം, ചവിട്ടിയിട്ട് വേണം കയറാനായിട്ട്. പിന്നെ കുറച്ച് ഹൈറ്റ് പേടിയുള്ള ആളാണ്, അതുകൊണ്ട് അതിൽ കയറിയിട്ടില്ല. വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെയാണ് കറങ്ങണത്. ആദ്യം ഫ്രണ്ടിൽ പൊങ്ങും, താഴെ പൊങ്ങും, ഫ്രണ്ടിൽ പൊങ്ങും, അങ്ങനെ.
അതിൻ്റെ അടുത്തുനിന്ന് പോന്നു. ഇത് നെക്സ്റ്റ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ. ഇതിൽ വലിയ സ്പീഡൊന്നുമില്ല, അതുകൊണ്ട് കയറുന്നുള്ള പ്രതീക്ഷിച്ച്. പക്ഷെ അവിടെ എന്താ നടന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ധൈര്യമായിട്ട് കയറിയിരുന്നു. നേരത്തെ കയറി 2 കുട്ടികൾ ഇറങ്ങാനുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമേ സ്റ്റോപ്പുള്ളൂ. അതുകൊണ്ടിത് അവരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി സ്റ്റോപ്പ് ചെയ്തു. 2 പേര് ഇറങ്ങി. വേറെ 2 പേര് കയറിയിട്ടുണ്ട്. റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2-3 റൗണ്ടൊക്കെ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞിട്ട് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, അടുത്ത് ചോദിക്കുന്നത് റൈഡ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അവൻ്റെ ചോദിക്കുന്നുണ്ട് പേടിയുണ്ടോയെന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ. പിന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ വേഗം ഇറക്കി. ഇറങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനാട്ടോ. അവിടെ എല്ലാ ഐറ്റംസും കിട്ടും തോന്നുന്നുണ്ട്. ബിരിയാണി ഉണ്ട്, ചോറ്, ഒരു പ്ലേറ്റ് ചപ്പാത്തി, പിന്നെ ശിവദേവിന് പൊറോട്ട എന്തെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ സാധാ ചോറാണ് ഓർഡർ ചെയ്തത്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി എനിക്കറിയില്ല, നല്ല സ്മെല്ലൊക്കെ അടിക്കണ്ടായി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി പോകുന്നുട്ടാ. നേരെ നമ്മൾ അടുത്ത റൈഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ കാറിലേക്കാണ് കേട്ടോ കയറിയത്. പാവം ഇതെല്ലാം നോക്കിയിട്ട് ലച്ചുകളും അച്ഛനൊക്കെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അവർ ഞങ്ങളെ കൂട്ടാണ്ട് അപ്പുറത്ത് പോയി ബോട്ടിലൊക്കെ കയറിയിട്ടാണ്. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇറങ്ങി അടുത്ത ട്രിപ്പ് കയറിയിട്ടാണ്. അതിൽ ചേച്ചി സനീഷേട്ടനൊക്കെ കയറിയിട്ടുണ്ട്. ശിവദേവ് വീണ്ടും കയറി. അവനും കാർ ഓടിച്ച് മതിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവന് ഓടിക്കാൻ പറ്റില്ല, അതിനുള്ള വാശിയായിരുന്നു. ഞങ്ങളിത് പാർക്കിലെത്തിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ. കുറച്ച് നേരത്തേക്ക് പോകണം. വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ഒരു 9 മണി കഴിഞ്ഞു. അത് കാരണം ഒരു 11 മണി അവിടെ എത്തിയപ്പോൾ. അങ്ങനെ എത്തിയിട്ട് കാര്യമില്ല, ഒരു 10 മണിയെങ്കിലും മിനിമം, ആ ഒരു 10 മണിയെങ്കിലും ആവണം അതിൻ്റെ ഉള്ളിൽ കയറി. എന്നാലും എല്ലാ റൈഡിലും കയറി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി പിന്നെ കയറിയത് ഗോസ്റ്റ് ഹൗസിലേക്കാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കയറിയിട്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. അതിലേക്ക് കയറിയാലും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വാട്ടർ റൈഡിലേക്കാണ് പോയേക്കുന്നത് കേട്ടോ. അതിൽ അതേ ലച്ചുമോൾക്കും ശിവദേവിനൊക്കെ നല്ല സന്തോഷമായിട്ടുള്ള റൈഡാണ്, ഒരു ഏരിയ ആണ് കേട്ടോ ഇത് പറയുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്ക് വെള്ളത്തിൻ്റെ ഈ ഐറ്റംസിലേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. നമ്മൾ ചെന്ന ഡ്രസ്സിൽ തന്നെ നിൽക്കുകയാണെങ്കിലും പിന്നെ മറ്റുള്ള റൈഡുകളിലൊക്കെ ആദ്യം കയറണം. പിന്നെ നനഞ്ഞിട്ട് പിന്നെ ഈ വേറെ റൈഡിലേക്കൊന്നും കയറാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ നീന്തലും ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തത് പോയത് വലിയ ആൾക്കാരെന്നല്ല, എല്ലാവർക്കും, വലിയവർക്കും കുട്ടികൾക്കൊക്കെ നീന്താനുള്ള സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ. അതിൽ ഞാനും ഇറങ്ങി. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ ഏരിയയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അതും അറിയില്ല, അവർക്ക് പെർമിഷൻ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ അതിൽ സ്വിമ്മിംഗ് പൂളിൽ വേവൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഏതായാലും ഇവിടുന്ന് ഡ്രസ്സൊന്നും എടുക്കാണ്ടാണ് പോയത്, ബാക്കിയുള്ളവർക്ക് എടുത്തു. ഞാൻ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങൂല എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ ആ ഒരു ഇതിലേക്ക് മാത്രം ഒന്ന് നീന്താം എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ചേഞ്ച് ചെയ്ത് അതിൽ നീന്താൻ പോയിട്ടാ. അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. കുറേ കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവർക്കും വെള്ളത്തിൽ കളി എന്ന് പറഞ്ഞാൽ അത്ര നല്ല സന്തോഷമായിട്ടാണ്. കുറേ പേര് ഇരിക്കുന്നു, കിടക്കുന്നു, ഉരുളുന്നു, ഇതൊക്കെയാണ്. ജലദോഷം വരുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോൾ.
അതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, രണ്ടാൾക്കും ഉണ്ടായിട്ടില്ല. അതിന് ഭയങ്കര ആശ്വാസം. അത് കഴിച്ച് നേരെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെയാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിൻ്റെ എല്ലാ ഐറ്റംസിനും കയറി ഇറങ്ങി. അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞത് നമ്മൾ തിരിച്ച് ഇറങ്ങാറായിട്ടാണ്. 6 മണിയായപ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടുകളാണ്. ഞാൻ വേഗം പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. ലച്ചുമൊക്കെ എന്തെങ്കിലും അതിനിടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കഴിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ പാല് കുടിക്കാൻ കൊടുക്കണം. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വേഗം പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. അവളെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ ഷോർട്ടിലിടാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഷോർട്ടിലിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഇവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസ് ഇട്ടാ. അങ്ങനെ ഇനി അവിടുന്ന് എടുത്ത ഫോട്ടോസുകളൊക്കെ ഞാൻ അതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം കേട്ടോ. നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് അവസ്ഥയിലല്ലോ ഇപ്പോൾ ഇറങ്ങുമ്പോൾ കണ്ടില്ലേ. ഞങ്ങൾ ഏതായാലും കാറിൽ കയറി. ഇനി ഇവിടുത്തെ നൈറ്റ് വ്യൂ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. കുറേ നേരം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതാണ് ഇവിടുത്തെ രാത്രിയിലത്തെ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ. എന്തായാലും വന്നതിന് മുതലാക്കണമെങ്കിൽ കുറച്ച് നേരത്തെ എല്ലാ റൈഡിലും കയറുക, അത്രേ ഉള്ളൂ. ഇത് കാര്യത്തിന് പേടിച്ച് നിന്നാൽ പിന്നെ ഒന്നിലും കയറില്ല, പിന്നെ ഒന്നിനും ടൈം കിട്ടില്ല. അങ്ങനെ രാത്രിയായി. ചേച്ചി വണ്ടിയിൽ ഫുഡ് കഴിക്കാനായിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട മാങ്ങ, പുട്ട്, റോബസ്റ്റ് പഴം, എന്തൊക്കെയുണ്ട് കേട്ടോ. ലച്ചുമോള് ബാക്കിൽ പാല് കുടിച്ച് കിടക്കുന്നുണ്ട്. ഇവർ ഉപ്പ് മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിൽ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് ഫോട്ടോസ് കാണണം കേട്ടോ ഞങ്ങളുടെ.